വിശുദ്ധ കുരിശിന് വന്ദനം ചെയ്ത് പ്രദക്ഷിണ വഴിയിലേക്ക് നീങ്ങുകയാണ്. മനുഷ്യന്റെ മനസ്സും ശരീരവും ആത്മാവും ഒന്നുപോലെ രക്ഷ നൽകുന്ന കുരിശിന് മുൻപിൽ സാക്ഷിയായി നൽകുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഈ ആത്മീയ ഈ അനുഷ്ഠാനം ഈ ചടങ്ങുകൾ ചടങ്ങുകൾക്ക് നാം സാക്ഷ്യം വഹിക്കുകയാണ്. കരയിലെ ഏറ്റവും വലിയ ജീവി ഗജവീരൻ കുറുവലങ്ങാട് മുത്തിയമ്മ കൽക്കുരിശിന് മുമ്പിൽ 3 വട്ടം തുമ്പിക്കൈ ഉയർത്തി വണങ്ങുമ്പോൾ 16ാം നൂറ്റാണ്ടിന്റെ ചരിത്രവേളയിലേക്ക് കുറുവലങ്ങാടിന്റെ ചരിത്ര നിമിഷങ്ങൾ നമ്മെ എത്തിക്കുകയാണ്. അർത്ഥസമ്പുഷ്ടമായ ഉല്ലേഖനങ്ങൾ നിറഞ്ഞ ഈ കൽക്കുരിശ് ഉയർത്തിനാട്ടാൻ കഴിയാതെ വിഷമിച്ചു നിന്ന കുറുവലങ്ങാടിന്റെ പൂർവികർക്ക് മുമ്പിൽ വൃദ്ധയായ ഒരു സ്ത്രീയുടെ രൂപത്തിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഞാനും കൂടാൻ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് കൈവിരൽ കൊണ്ട് തൊട്ടുയർത്തി നിർത്തിയിരിക്കുന്ന കൽക്കുരിശിന് മുമ്പിലാണ് ഗജവീരൻ തുമ്പിക്കൈ ഉയർത്തി വണങ്ങി കുരിശിനെ പ്രണമിച്ചത്. അന്നുമിന്നും ഗജകേശിലുള്ള മണ്ണക്കരാൽ കാഞ്ഞിരക്കോട്ടിൽ മഴയിൽ നിന്ന് ഈ കുരിശ് ഉയർത്തിനാട്ടുന്നതിന് വേണ്ടി എത്തിയ ഗജവീരൻ തോറ്റുമടങ്ങേണ്ടി വന്നപ്പോഴും മാതൃസന്നിധിയിൽ കരങ്ങൾ കൂപ്പി പ്രാർത്ഥിച്ചവർക്ക് മുമ്പ് കടപ്പാടും വിധേയത്വവും പ്രഖ്യാപിച്ചത് എന്ന് നമുക്ക് ഓർമ്മിക്കാം. ലോക ചരിത്രത്തിൽ ആദ്യത്തതും ആവർത്തിച്ചുള്ളതും പ്രദക്ഷിണ വഴിയിൽ എവിടെയോ പോയോ എന്നൊരു സംശയം. സമുദ്രത്തിൽ തിരുമാലകൾ ആർത്തുയരുന്നു. മല പോലുയരുന്ന തിരമാലകൾ, ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ്, കപ്പൽ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. കൊണ്ട് കഷ്ടപ്പെടുന്ന കണ്ടുപരിക്കുന്ന കപ്പിത്താന്മാരുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് മറുതലിക്കുമ്പോൾ